ഉങ്കൽ വിജയ് ഉയർന്ന വരന്ന ആ ബീസ്റ്റിന്റെ ഷർട്ട് സൂപ്പർ അല്ലേ. നമ്മളെ പ്രകാശ് വന്നിട്ട് കട്ട വിജയ് ഫാനാണ്. വിജയുടെ പടം എപ്പോഴൊക്കെ ഇറങ്ങും അപ്പോഴൊക്കെ ഒരു ഷർട്ട് ഇറക്കും അല്ലേ. படத்து ஜனநாயகம் படத்துக்கு ஷர்ட் இல்லையா? அது டைமிங் கரெக்டாக இருக்கும். அவர் வரணும் வந்துடும் പാതി വിശക്കുണ്ട്. പിന്നെ കാപ്പി പിടിക്കാം. എന്നാൽ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അവിടെ നിന്ന് കറക്റ്റ് അവിടെ 5:15 ട്രെയിൻ പുറപ്പെടുന്നത് പറഞ്ഞത്. പക്ഷേ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ 5:45 മണിയായി. കുഴപ്പമില്ല, അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്നാലും 1 മണിക്ക് സ്റ്റാർട്ട് ആകുന്നേ. സത്യം പറഞ്ഞാൽ 1 മണിക്കാണ് ഇത് ക്യാമ്പ് നടക്കുന്നത്. ഇപ്പോഴേ ആൾക്കാരെല്ലാം അവിടെ കൂടി ചേർന്ന് കൂട്ടം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെന്തായാലും ഇപ്പോഴേ പോകണമല്ലോ. ഇപ്പോഴേ പോകണം തന്നെ സീറ്റ് പിടിക്കാൻ പിടിക്കും. നോക്കട്ടെ, ഭയങ്കര വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ല. പക്കത്തിൽ பார்த்துடலாம். ஆனால் பக்கத்தில் பார்க்கலாமான்றதான் போய் பார்த்தா നോക്കാം, അങ്ങോട്ട് ട്രൈ ചെയ്യാം. തിരക്കാണ് നല്ല. ഫസ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് കാഡിസ്നറിലാണ് വരുന്നത് 1 മണിക്ക്. അവിടെയാണ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. അതിനുശേഷമാണ് റോഡ് ഷോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാര്യം കംപ്ലീറ്റ് 3 മണിക്ക് കഴിയും തിരുനെൽവേലിയിൽ. അത് കഴിഞ്ഞ് തൂത്തുക്കുടിയിൽ പോകേണ്ടത് 3 മണിക്ക് ശേഷമാണ്. സത്യം പറഞ്ഞാൽ നേരത്തെ അറിയാന്നുണ്ടെങ്കിൽ ഇത്ര നേരത്തെ വരേണ്ട ആവശ്യമില്ല, പയ്യെ വന്നാൽ മതിയായിരുന്നു. ശരി, കുഴപ്പമില്ല, ബാ. അതിന് കാപ്പി പിടിക്കാം. പക്ഷേ എங்கே கடை இருக்குங்களா? இட்லி சாம்பார் அந்த மாதிரி சதீஷோட ஐட்டம்ஸ் தான். சதீஷ் மாப்பிள்ள எல்லாம் உனக்கு பிடிச்ச மாதிரி ஐட்டம் தான் சாப்பிட போகிறோம். இட்லி சாம்பார் வடை மாப்பிள்ள இங்கே இருப்பான சதீஷ். அவன் நைட் டியூட்டி தான் வேக்சின் போகிறான். இப்போ உங்கள் விஜய் உயிர் என்ன வரன்னா. അപ്പോൾ ദോശ വന്നിട്ടുണ്ട്. പ്ലെയിൻ ദോശ, സാമ്പാർ, ചമ്മന്തി 2 ടൈപ്പ് ഉണ്ട്. തക്കാളി ചമ്മന്തി, പിന്നെ തേങ്ങ ചമ്മന്തി. കൊള്ളാം, കുഴപ്പമില്ല. ഇതൊക്കെ മതി രാവിലത്തെ കാപ്പി. വലിയ വിശപ്പൊന്നുമില്ല. ഓക്കെ, അങ്ങനെ സാപ്പിട്ട് മുടിച്ചാച്ചി. അടുത്ത് എங்கே നേരെ പോരുമാ? ടൈം ആയിട്ടില്ല. ഇപ്പോഴേ പോയാലും അവിടെ സീറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. സീറ്റില്ല, നിൽക്കാൻ സീറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. എല്ലാ നാട്ടിൽ, അതായത് ഇവിടുത്തെ ലോക്കലിൽ നിന്ന് എല്ലാ ആൾക്കാരും കാണും. തൊട്ടടുത്ത ജില്ലയിൽ നിന്ന് ആൾക്കാർ കാണും. തിരുച്ചെന്തൂർ, വേറെങ്ക നാങ്ങനേരി, തൂത്തുക്കുടി. തൂത്തുക്കുടിയിലേருந்து வரலாம், கோயில்பட்டிலேருந்து வரலாம், சங்கர் கோயிலேருந்து வரலாம், தென்காசிலேருந்து வரலாம். ആക്ച്വലി ഫാൻസുകാരൊക്കെ അധികം തന്നെ. സംഭവം കുറേ ആൾക്കാർ പറയും ഫാൻസ് ഒന്നും വോട്ടായിട്ട് മാറില്ലെന്ന്. മാറാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആൾക്കാരെല്ലാം മനസ്സ് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകേണ്ട ലൊക്കേഷൻ കാഡിസ്നഗറാണ്. ഇവിടെ കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. നെത്തുവറത്തള്ളപതി ഇன்று മുതൽ മാറും വീതി മക്കളാച്ചി കുറക്കും. ഹെൽമെറ്റ് ഉണ്ടാമോ? ഹെൽമെറ്റ് ഇവിടെ തേവല്ലേ. നമ്മളെ കേരളത്തിൽ ഹെൽമെറ്റ് വിഷയമുണ്ട്. ഇവിടെ ബാക്കി ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വിഷയമില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെയിൽ കൊള്ളാം. ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനം വെയിൽ കൊള്ളാനല്ല, നമ്മളെ തല സേഫ്റ്റിക്കാണ്. എനിക്ക് ഓർമ്മയില്ല, അതിൽ എടുത്തേനെ, കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ 12-1 മണിക്കുള്ള വെയിലാണ് ഇവിടെ 9:30 മണിക്ക് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ 12-1 മണിയാകുമ്പോൾ എങ്ങനെ എനിക്ക് ആലോചിച്ച് നോക്കും, നിൽക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ തളപതി കണ്ടേ പോളും, അത് വേറെ വിഷയം. ഇത്ര കഷ്ടം ഉണ്ടെങ്കിലും. പ്രകാശിന് ഫോൺ വന്നു, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു കാര്യമുണ്ട്. പ്രകാശിൻ്റെ വീട്ടിലോട്ട് പോകണം പറഞ്ഞ്. പ്രകാശിൻ്റെ TV കംപ്ലൈൻറ്റ് കിടക്കുകയാണ്. പുതിയ TV വാങ്ങിച്ചായിരുന്നു. കംപ്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു എററാണ്. അപ്പോൾ ആ എറർ മാറ്റണമെന്ന് പറഞ്ഞ് സർവീസ് സെൻ്ററിൽ ആൾ വരെയാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് പോകണമെന്ന് പറഞ്ഞ് പ്രകാശ് നിൽക്കുകയാണ്. ശരി, സമയമുണ്ട്, പോയിട്ട് പോവാം. ഇവിടെ വണ്ടി എന്നാ ഇൽക്ക മാട്ടൊക്കെ എന്നാച്ച്? നമ്മളങ്ങനെ നെല്ലേപ്പൂർ കോവിൽ എത്തിയിട്ടുണ്ട്. നെല്ലേപ്പൂർ കോവിൽ കഴിഞ്ഞിട്ടാണ് പ്രകാശ് വീട്ടിൽ പോകേണ്ടത്. ഈ ലൊക്കേഷൻ്റെ പേര് ടൗൺ ആണ്, നെല്ലേപ്പൂർ കോവിൽ ടൗൺ. സൂപ്പർ അല്ലേ? പോളേ അടിപൊളിയല്ലേ? എടുപ്പെടുപ്പോ അങ്ങപ്പാറേ. ഓം നമ சிவாய போற்றியே. ஆஹா, இப்போ அடிச்சிருப்பான் பிரகாஷ். நான் தான் വ്ളോഗ് பண்ணுறேன், നീ கிடையாது. വെള്ളം താങ്കി പിള്ളേർ കോൾ സ്ട്രീറ്റ്. ഇതാണ് ഞാൻ പണ്ട് ഇരുന്ന സ്ഥലം. ഞങ്ങൾ ഫാമിലി ആയിട്ട് പറഞ്ഞില്ല, അപ്പൊക്ക് ജോലി ആയിട്ട് ഇവിടെ വന്ന സമയത്ത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ താമസിച്ചത്. നോക്കിയിട്ട് പോവാം ഏരിയയിൽ. ഇപ്പോൾ എങ്ങനെയാണോ എന്തോ അല്ലേ? அப்படிதான் இருக்குண்ணா, பெரிய வித்தியாசம் இல்லை. 11 வயசுலேருந்து 13 வயசு வரைக்கும். கரெக்டு. 6th തൊട്ട് 8th வரை ഇവിടെ പഠിച്ചேன். இந்த தெருவு இந்த முடுக்கா இல்லை இந்த முடுக்கு இது அந்த முடுக்கு நேரம் போக முடியுமா? வழி இருக்கா? இந்த ஏரி தான். സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു പഴയ ഓർമ്മ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ ആദ്യം സൈക്കിൾ പഠിച്ചത്. അങ്ങപ്പോൾ இந்த வீடு, நான் இருந்த வீடு இப்போ எப்படி இருக்கு பார்ப்பேன். இந்த வீடா? ஆமாம், இந்த வீடு நினைக்கிறேன். കറക്റ്റ് വീടേ മാറിയിട്ടേ. ഇതാണ് ഞാൻ ഇരുന്ന വീട്. വീടെല്ലാം മാറിപ്പോയിട്ടാ, വലിയ വീടാക്കി. ചെറിയ വീടായിരുന്നു. അന്ന് 3 വീട്ടിൽ 1 ബാത്റൂമായിരുന്നു. 1 ബാത്റൂം, 1 ടോയ്ലറ്റ്. இன்னைக்கு வந்த ஆளுகெல்லாம் பார்க்க முடிஞ்சது. சூப்பர்டா. ஞாபகம் வருது முதலாக சைக்கிள் ஓட்டிய தெருவெல்லாம் ஞாபகம் வருது.
അപ്പോടെ സൈക്കിൾ, അതായത് അച്ഛൻ്റെ സൈക്കിൾ എടുത്ത് ഞാൻ ഓട്ടിക്കായിരുന്നു ഇവിടെ. ആദ്യം ഉരുട്ടി ഓടിക്കും, പിന്നെ ആയപ്പോൾ ഞാൻ ബാലൻസ് കിട്ടിയപ്പോൾ പഠിച്ചു നല്ല പോലെ. ഇടന്ന് അപ്പടി ഇരിക്കടാ, മാറവേ ഇല്ലണ്ണേ. ഇതെല്ലാം പഴയ ബിൽഡിങ് അപ്പടി ഇருக்கு. എത്ര വർഷമായാലും വീടിൻ്റെ ക്വാളിറ്റി കാരണം ഡാമേജ് പെട്ടെന്ന് ആവൂലല്ലേ. യാരി കുറച്ച് വിഷയമാണ്, കുഴപ്പമില്ല, പയ്യെ പോവാം. പ്രകാശ് പിന്നെ പോയി ശീലമുള്ള കുഴപ്പമില്ല. സാധാരണ ബൈക്കാണ്, പ്രകാശ് കിടത്തി കൊണ്ടുപോകട്ടെ ബൈക്കിന്. ഉണ്ടാ നമ്മളെ ബൈക്കിന് ടയർ കണ്ട് വീതി കൂടുതലാണ്, അത് കിടത്താൻ കുഴപ്പമില്ല. ഇപ്പം ഈ ബൈക്ക് വെച്ചൊരു കിടത്തയാണ്. ഇതാണ് വീണത് കേട്ടോ ചെറുക്കാൻ ഇടയ്ക്കിടയ്ക്ക്. ഇതാ വീട് എടുക്കുക, ഇങ്ങ് താനിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ പ്രകാശിൻ്റെ വീട്. പകത്ത് പോകാന്നാ പിന്നെ പ്രകാശ് അടിക്കടി വിളപ്പുറാം. അപ്പോൾ നമുക്ക് നേരെ പ്രകാശിൻ്റെ വീട്ടിൽ പോയിട്ട് ആ TV റെഡിയാക്കിയിട്ട് നേരെ ഇറങ്ങാം. ഓക്കെ, അങ്ങനെ ഇപ്പം കൂട്ടുകാർക്കാണോ അധികമാ പോയിട്ടാ. ഓക്കെ, അപ്പോൾ ഇറങ്ങാന്നാ. അപ്പോൾ TV റെഡി ആക്കിയിട്ടില്ല. സംഭവം TVയുടെ പ്രശ്നം ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ചാട്ടാ മടക്ക് നീ വിജയ് പാകം മുടിയുമാ ചാട്ടായിട്ട്. ഓക്കെ പോമാ, പിന്നെ ഉட்காந்து ഓഫ് അത് ഓക്കെ. അപ്പോൾ TV സർവീസ് ആൾ വന്നിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ട് പറഞ്ഞ് അതിൻ്റെ ഓഡിയോയുടെ ചെറിയ പ്രശ്നമുണ്ട്. അതിൻ്റെ മെയിൻ പ്രോബ്ലം TV പുതിയ മോഡലാണ്, പുതിയ സോഫ്റ്റ്വെയറാണ്. ഹോം തിയേറ്റർ പഴയ മോഡലാണെന്ന്, അതുകൊണ്ട് പുതിയ ഹോം തിയേറ്റർ വാങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രകാശ് ആപ്പാടെ കരിപ്പിൽ നിൽക്കുകയാണ്. മിക്കത് അടിയാവും. എന്തൊരു പൊടി ഇത്. അപ്പോൾ എന്തോ ഇത്. അപ്പോൾ നമുക്ക് പോകും മുമ്പായിട്ട് നമുക്കൊരു പഴ ജ്യൂസ് കുടിച്ചിട്ട് പോകാം. പഴ സർബത്ത് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഇവിടുത്തെ ഫ്ലേവർ വേറെയാണ്, അവിടുത്തെ പോലെയില്ല. അപ്പോൾ അത് കുടിച്ചിട്ട് പോയാലോ. ഭയങ്കര വെള്ളം താ, വെയിൽ സഹിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല ഞാൻ പറഞ്ഞു. ഇതൊക്കെ കുടിച്ചാൽ മതി, വേറെ ആളോ തമ്പി. സൂപ്പർ സൂപ്പർ സമയാണെങ്കിൽ സംഭവം കൊള്ളാം കേട്ടോ. വിജയ് ഫാൻസ് അജിത്തിൻ്റെ ഫോട്ടോയും വെച്ചോണ്ട് ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ സൂപ്പറായി കേട്ടോ. ഇതാ ഗ്രൗണ്ടിനെ ഉള്ള ഷെഡ് എടുക്കാ. സൂപ്പർ സൂപ്പർ. നമ്മളൊക്കെ മീഡിയ ആൾക്കാരാണ്, അതുകൊണ്ട് നമ്മളെ അകത്ത് വിടണം ഫ്രീ ആയിട്ടല്ലേ. കാറൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം തരണം, കാറല്ല ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട്. തിരക്കണ്ട. ഓക്കെ, നമ്മളങ്ങനെ പ്രകാശിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യണത്. ഇവിടെ സേഫാണ്, വിഷയമില്ല, വെയിലും ഇല്ല, വണ്ടി സേഫാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി വെച്ച് നടന്നു പോകും. ഇവിടുന്ന് 500 മീറ്റർ ദൂരം നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. പെട്ടെന്ന് പോപ്പാ, അവിടെ ആൾക്കാർ കൂടി തുടങ്ങിയിട്ടുണ്ട്. സംഭവം പ്രശ്നമില്ലേ. അതാ സംഭവം വരുന്ന ആൾക്കാരെ വേണ്ടിയിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെഡ് ഇട്ടിട്ടുണ്ട് വലുതായിട്ട്. വേറെ വിഷയമില്ല, നമുക്ക് നല്ല സുഖമായിട്ട് വെയിലത്ത് നിൽക്കാതെ തന്നെ കാണാം. എനിക്ക് இன்னொரு ஆசை இருக்குது. ரோட் ஷோ வரும்போது நம்ம கை காட்டுறோம் அண்ணனை பார்த்து, அண்ணன் நம்மளை திருப்பி கை காட்டுறோம். அது ஃப்ரேமில் வரணும் கரெக்டாக. അത് നടക്കുമാ പാപ്പാണ്. ഓക്കെ, നമ്മളങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം റോഡ് സൈഡിലാണ്. അപ്പോൾ ഈ റോഡ് വഴിയാണ് അവിടെ നിന്നാണ് അണ്ണൻ പറഞ്ഞത്. ഇവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇത് അവിടെയാണ് മീറ്റിംഗ് ഉള്ളത്, ആ സൈഡിലായിട്ട്. ഇത് റോഡ് ഷോ കടയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വരണ വഴി നമ്മളങ്ങനെ തളപതിയുടെ നമ്മുടെ കച്ചിക്കൊടിയുടെ കളറിലുള്ള തുണ്ട് തോർത്തെന്ന് പറയുന്നത് മലയാളത്തിൽ, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഉങ്കൽ വിജയ് വരണ ഒരു തുണ്ടിന് 50 രൂപയാണ്. இது கேரளா யூடியூப் சேனல் கேஎல்டிஎன் தமிழையும் பேசுவேன் மலையாளத்தையும் பேசுவேன். அப்போ இந்த ப்ரோ தான் துண்டு வைக்கிறாங்க. எப்படி நல்லா சேல் ஆகுதா துண்டுலாம்? நீங்கள் அப்படியா, நீங்கள் தளபதி ஃபேனா? சூப்பர். சூப்பர், നല്ല വിഷയം. ഇവിടെ ഒരു വ്യാപാരം നടക്കുകയാണ്, സെയിൽസൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ രസമുള്ളൂ. முதல்ல யோசிச்சு வாங்கணுமா வேண்டாമാണ്. ஆனால் ഇത് போட்டாൽ தான் ഒരു കള വരും, എന്താ ഒരു വൈബ് വരും. ഓക്കെ, ഇപ്പോൾ ഓൺ ദ വേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലുണ്ട് നമ്മുടെ തളപതി അണ്ണൻ. ഇപ്പം തന്നെ എത്തും, കട്ട വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ സൈഡിൽ കയ്യിൽ പൂക്കളായിട്ട് കുറച്ച് ലേഡീസ് നിൽപ്പുണ്ട്. ഹായ്, കേരള എന്ന് പറയാം. ஆமாம், நாங்கள் அங்கே விஜய் ஃபேன் தான். இப்போ கண்டிப்பாக கொடுத்துருக்கேண்ணா பூவை, கையில் கொடுத்துடணும். இதான் கண்டന്റ് இன்னைக்கு. സത്യം പറഞ്ഞാൽ ഒരു നടന് ഇത്രയും ഫാൻസ് എന്ന് പറയുന്നത്, ഇത് ഫാൻസ് അല്ല, അത് അതിന് മേളാണ്, അതുക്ക് മേലെയാണ്. നിങ്ങൾ ഫാൻസ് തന്നെ? ഫാൻസ് വോട്ടാ മാറില്ല, ഫാൻസ് വോട്ടായിട്ട് മാറും. കേട്ടല്ലോ. അപ്പോൾ ഒറിജിനായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ May 4th கண்டிப்பாக தெரிஞ்சிடலாம். அത്രே உള്ളൂ. உங்களோட கருத்துக்கள் சொல்லுங்க. வந்து ஃபேன்ஸ் ஓட்டா மாறுமா வராதா? கண்டிப்பாக மாறும். அவ்வளவுதான். ஓட்டலாம் ஓட்டா மாறலாம் சொல்லலாம். கண்டிப்பா விஜய் ஃபேன்ஸ் நாங்க விஜய் கூட நிப்போம். மத்த ஃபேன்ஸ் கூட நிப்பாங்க. இளைஞர் ஓட்டுகள் நல்ல முதியவர்கள் ஓட்டுமே இவ்வளவு நாளா ஒரு ஸ்கிரீன்ல பார்த்த ஒரு ஸ்டாரை வந்து நம்ம பொலிட்டிஷியனா பார்க்க போறோம். இது எப்படி நீங்க பாக்குறீங்க எல்லாரும்?
இல்ல மாற்றம் வந்தா நமக்கு நல்லதுதானே. இல்ல நடிகர் வரக்கூடாதுங்க. நடிகர் எம்ஜிஆர் ஒரு நடிகர் தான், வந்து செய்யலையா? எம்ஜிஆர் மாதிரி தான் எங்க தலைவரும் வருவார். ஒரு சான்ஸ் கொடுக்கலாம் கண்டிப்பாண்ணா. கண்டிப்பா கொடுக்கலாம். கூட்டம் அப்படி ஏறிட்டு இருக்கா? நிறைய ஏறிக்கிட்டே தான் இருக்காங்க. பாருங்க ரோடே பிளாக் ஆயிருச்சு. கேடிசி நகரா தளபதி நகரான்னு தெரியல, அந்த அளவுக்கு ஆயிடுச்சு. அதாவது மற்ற கட்சிகள் கூட்டங்கள் 200 ரூபாயும் கோட்டம் கொடுத்தாலும் கூடும். ஆமா ஆமா, தானா கூட்டம் தலைவர் பாளையங்கோட்டை டிஎம்கே கோட்டை. நாங்க இன்னைக்கு எல்லாரும் வந்து பாருங்க தளபதி കോട്ട. ഈ കൂട്ടം കൂടെ 5 പൈസ ചിലവാക്കിയിട്ടില്ല. എല്ലാരും ഒരു സ്നേഹം കൊണ്ട് മാത്രം വന്നാണ്. ഒരു വലിയ മാറ്റത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ஸ்டாலின் வந்து சொல்றாரு பாளையங்கோட்டை டிஎம்கே கோட்டை அப்படிங்க. நீங்க வந்து பார்த்தாருன்னா தெரியும் டிஎம்கே எவ்வளவு கூட்டம் இருக்கு, டிஎம்கே எவ்வளவு கூட்டம் இருக்கு. அது 24ஆம் தேதி தெரியும். அது இனி எலெக்ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആ പവർ കാണിക്കും എന്താണെന്നുള്ളത്. அவ்வளவுதானே. அப்ப அவர் சொல்லுங்க வெற்றி என்ன சொல்லுவாங்களா? ஏதோ டைலாக் அப்படி கான்ஃபிடன்ஸ் ஆங்க, நல்லதே நடக்கும். അതേதான் வெற்றி நிச்சயம். സംഭവം അവിടെ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ബ്ലോക്കായി ഫുള്ളായിട്ട്. കാണാൻ പറ്റുമോ അറിഞ്ഞൂടാ, നോക്കാം, ട്രൈ ചെയ്യാം. സത്യം പറഞ്ഞ ആദ്യമൊക്കെ ഒത്തിരി വെയിലിൽ പേടി ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ടാ നല്ല ദേഹം പൊള്ളോ കറുക്കോ എന്നൊക്കെ. നമ്മൾ വലിയ കളറല്ല, എന്നാലും ഇപ്പം അതൊക്കെ മാറി കെട്ടി വെയിലൊന്നും വിഷയമില്ലാതായി പോയി. കാരണം ആ ഒരു വൈബിൽ നമ്മൾ എത്തിപ്പോ അല്ലേ, அந்த വൈബ് എത്തിയിട്ട് നമ്മൾ അത്. അതുകൊണ്ട് யாருக்குமே ஒருத்தர் முகத்துல வேர்வை தெரியுமா? தெரியாது. அவ்வளோ சந்தோஷம். திருவனந்தபுரத்திலிருந்து வந்திருக்கிறேன். என் சொந்த ஊர் தேவரகுளம். நான் அண்ணனுக்கு வேண்டி என் அன்பளிப்பை சமர்ப்பிக்கிறேன். ஆனால் என் அண்ணன் வெற்றி நிச்சயம். കേരള ചാനൽ தான். കേരള മക്കൾക്കാണ്ടി മലയാളത്തിൽ ഒരു തിരുപ്പ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസം, പേട്ടയിലാണ്. ഞാൻ അവിടെ പോയിട്ട് 35 കൊല്ലായി. ഞാൻ വിജയ രസികരാണ്. ഞാൻ പൂർണ്ണ വിജയ ഫാനാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് എല്ലാം ചേട്ടന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്നാണ്. തമിഴ്നാട് വെற்றி കഴകത്തിന് വേണ്ടി എന്റെ അണ്ണൻ முதலமைச்சர் ஆவണം. மக்களே, என் நெஞ்சில் குடியிருக்கும். எல்லாரும் முயற்சி பண்ணணும். நீங்க தான் சப்போர்ட் பண்ணணும். அண்ணன் தோழர்களே, என் சகோதர சகோதரிகளே, என் நெஞ்சில் குடியிருக்கும் வாய்ப்பு கொடுங்கள். அண்ணனுக்கு ஒரு தடவையாவது வாய்ப்பு கொடுங்கள். என் அண்ணன் தளபதிக்கு நீங்கள் தான் வாய்ப்பு கொடுத்தால்தான் அண்ணன் வெற்றியை வெல்ல முடியும். உங்களே பாதுகாப்பாக സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വലിയ പരിചയമില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഒരു ഒറ്റ ഗ്യാങ് ആയിട്ട് തോന്നുകയാണ് അല്ലേ. സത്യം പറഞ്ഞാൽ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. വിചാരിക്കും പോലെ അല്ല. നമുക്ക് പലതും പല അഭിപ്രായം പറയാം. ഇതൊന്നും വോട്ടായിട്ട് മാറൂല, ഇതൊന്നും MLA ഒന്നും ജയിക്കാനൊന്നുമില്ലെന്ന്. പക്ഷേ പറയാൻ പറ്റൂല. വിജയ് എന്നൊരു മുഖത്തിന് വേണ്ടിയിട്ട് ചിലപ്പം ഈ കംപ്ലീറ്റ് വോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സീറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും. എന്ത് വേണം നടക്കാം. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ത്രില്ലിംഗ് ആണ്. അവിടെ ഒരു സൂപ്പർ 2020 മാച്ച് പോലെ. എത്തിയിട്ടുണ്ട്. റോഡ് ഷോ ഇവിടെ തുടങ്ങി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് അണ്ണനെ കാണാൻ പറ്റുന്നില്ല, വേറെ വിഷയമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം സ്ക്രീനിൽ കണ്ട ആളെ നേരിട്ട് അടുത്ത് കാണാൻ പോവുകയാണ്. ഇത്രയും അടുത്ത് സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഫസ്റ്റ് ടൈം കാണാൻ പോണത്. അതാ പറഞ്ഞു. പോളി കേട്ടാ, പോളി ലുക്ക് രക്ഷയില്ല. സത്യം പറഞ്ഞാൽ TV കാണുമ്പോൾ നേരിട്ട് കാണാതെ ലുക്ക് വേറെ ലെവലായിരിക്കണം. ചെമ്മന് നല്ല നിറമുണ്ട്, നല്ല കളറുണ്ട് കേട്ടോ ആളെ കാണാൻ. பாத்தீங்களா? அப்படி பாத்தீங்களா? செம்மண்ணே.
ഫസ്റ്റ് ടൈം ആക്കില്ല നേരിൽ பார்க்க செம்மையா இருக்காருண்ணே பாட்டுட்டு தொடங்கி டான்ஸ் தொடங்கி അവിടെ വാ കളിക്കാം വാ സ്റ്റെപ്പ് പോട് വാ വാ വണ്ടി വരുന്നുണ്ട് கான்பிடண்டா இருங்க, வெற்றி நிச்சயம். വന്ന കാര്യം സൂപ്പറാണ് നടന്ന് നല്ലപോലെ തളപതി കാണുകയും ചെയ്ത് നല്ലപോലെ സ്പീച്ചും കേട്ട് പക്ഷെ അകത്ത് കയറിയപ്പോൾ കാണാൻ പറ്റിയില്ല, ദൂരത്ത് നിൽക്കുകയാണ്. നമ്മൾ ഈ റോഡ് ഷോ സൂപ്പറാണല്ലോ, അത് മതി അല്ലേ? ആ ഒറ്റ ഫ്രെയിമിൽ നമ്മളെല്ലാം വന്നല്ലോ, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന നടനെ നേരിട്ട് കാണുന്നുള്ളത്, അത്ര തന്നെ. ഒരു മാറ്റം വരട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? പലരും പല അഭിപ്രായം പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒരു ചാൻസ് കൊടുക്കുക, ഒരു തെറ്റുമില്ല. വന്ന് നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർഷം അടുത്ത 5 വർഷം കഴിഞ്ഞ് മാറ്റാമല്ലോ. ഒരു പൊളിറ്റീഷ്യൻ വേണ്ട ക്വാളിറ്റി എന്ന് പറയാമോ, ജനങ്ങൾക്ക് അവർ ടാക്സ് പൈസ വെട്ടിക്കാതെ അഴിമതി കാണിക്കാതെ കറക്റ്റായിട്ട് കൊണ്ട് ചേർക്കണം, നല്ല സ്കീമോടെ ചേർന്ന്. അതാണ് ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടത്. സോഡാലേ, ഒന്ന് ഉപ്പ്, ഒന്ന് ചീനി. സൂപ്പർട്ടാ, അടിപൊളി. സത്യം പറഞ്ഞാൽ ഭയങ്കര ഡീഹൈഡ്രേഷനായി, നല്ല വെയിലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. കുടിച്ച വെള്ളമെല്ലാം വെളി ഇറങ്ങി. അപ്പോൾ ഇത് കുടിച്ച് വേണം ഇപ്പോൾ എനർജി കയറ്റാം പഴയ പോലെ. ഉള്ള സൂപ്പറാണ്. സത്യം പറഞ്ഞാൽ വിശപ്പൊന്നുമില്ല, ഫുള്ളും വെള്ളദാഹം മാത്രമേ ഉള്ളൂ. നമ്മളതിൻ്റെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ആദ്യം പൊറോട്ട ചോദിച്ച് കിട്ടിയില്ല, പിന്നെ അങ്ങനെ MT ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി വേണ്ടെന്ന് വെച്ച്, അത് ഒരുമാതിരി അതില്ല, ഒരു കഴിക്കാനുള്ള മൂടില്ല മെയിനായിട്ട്. MT ബിരിയാണി പ്ലസ് ഒരു ഓംപ്ലേറ്റ്, 2 ബർഗർ. ഓംപ്ലേറ്റ് ഇല്ല, കാഴ്ച സെറ്റാ നിൽക്കുകയാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം പാലക്കുട മാർക്കറ്റാണ്. അപ്പോൾ ഇതുവഴി നമ്മൾ വിജയണ്ണ പോകുന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു റോഡ് ഷോ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതും കൂടെ കണ്ടു പോവാം. ഇത്രയും വരെ വന്നതല്ലേ, നേരത്തെ കണ്ട് നല്ല പോലെ, എന്നാലും ഒന്നുകൂടെ നല്ല കാണണമെന്ന് ആഗ്രഹം. മണി ഇപ്പോൾ 3:30 മണിയായി, ഒരു അരമണിക്കൂറത്ത് പുള്ളിക്കാരത്തൂടെ കണ്ടു പോവാം. ഓക്കെ, കാരണം എവിടെ താൻ பார்த்தாலும் திரும்ப பார்க்க தோணுதுண்ணே, அது என்ன? അപ്പോൾ ബായ് പറയാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എനിക്കും വീട്ടിൽ പോകണം, അവനും വീട്ടിൽ പോകണം. സൂപ്പറാണ് ചേനെ, സെമ എക്സ്പീരിയൻസ്, നല്ല എൻജോയ് பண்ணணும். ടൈം ആയിട്ടില്ലண்ணേ, പാപ്പം വീട്ടിൽ പോയിട്ട് കാൾ പണ്ടേ. ബായ്, സീ പാത്ത് പോണേ. കാര്യം വേണ്ടി പറയാനുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ഞാൻ അവിടുത്തെ വിജയ് കാണാൻ പോയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ട് കുറേ ആൾക്കാർ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലെ, നെഗറ്റീവ് പറയാൻ പറ്റില്ല, അവരുടെ അഭിപ്രായം അവർ പറഞ്ഞ്. നമ്മൾ കൊച്ചിലെ തൊട്ട് വിജയുടെ പടം കുറേ കണ്ട് അങ്ങനെ ഫാനായി. നമുക്കൊരു ആഗ്രഹം ഒരു പ്രാവശ്യം നേരിട്ട് കാണുന്നുള്ളത്. ഒരു പ്രാവശ്യം എന്നല്ല, ചാൻസ് കിട്ടുമ്പോൾ പോയി നേരിട്ട് കാണുന്ന ആഗ്രഹമുണ്ട്. അത് നമ്മൾ കാണണം, അത്ര തന്നെ. പിന്നെ പുള്ളി സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിരിക്കുകയാണ്, അത് പുള്ളിയുടെ താല്പര്യം. അതുമില്ലാതെ
തമിഴ്നാട് പോളിറ്റിക്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും വലിയ ഐഡിയ ഇല്ല. എനിക്ക് കുറച്ച് അറിയാം കാര്യങ്ങളൊക്കെ, പിന്നെ അത് കുറച്ച് പേർക്ക് അറിഞ്ഞുകൂടെ വേണമെങ്കിൽ പറഞ്ഞു എന്താണെന്നുള്ളത്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫുൾ സിനിമ രാഷ്ട്രീയമാണ്. പണ്ട് DMK എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ MGRും കരുണാനിധിയും ഉണ്ടായിരുന്നു. പിന്നെ MGRും കരുണാനിധിയും ചെറിയ ഉടക്കായപ്പോഴാണ് ADMK വന്നത്, MGR. പിന്നെ MGR മരണശേഷം അടുത്ത വന്നത് ജയലളിതയാണ്. അപ്പോൾ ജയലളിതയും സിനിമ നടിയാണ്. ഈ കരുണാനിധി എന്ന് പറഞ്ഞ ആളും സിനിമയിൽ കഥ എഴുതും, പാട്ട് എഴുതും, കവിതയൊക്കെ എഴുതും, അങ്ങനെ സിനിമ ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമ ബേസ്ഡ് രാഷ്ട്രീയമാണ്. പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള CM എന്ന് പറയുന്നത് സ്റ്റാലിനാണ്, കരുണാനിധിയുടെ മോനാണ്. പുള്ളിക്കാരൻ സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ മോനും ഇപ്പം ഡെപ്യൂട്ടി CM ആണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാലിൻ്റെ മോനായ ഉദയനിധി സ്റ്റാലിനാണ് അടുത്ത CM ആവാൻ പോണത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉദയനിധി സ്റ്റാലിൻ എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് CM ആവാൻ വേണ്ടിയിട്ട്? അതുകൊണ്ട് നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ വിട്ടേക്കണം. ഇപ്പോഴത്തെ DMK രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് വലിയ തൃപ്തി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയൊരു മാറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ DMK, ADMK, TVK ഈ 3 പാർട്ടിയും കളത്തിലുണ്ട്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും വരട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിജയ് വരണം, ഒരു കുഴപ്പമില്ല, വന്ന് ഭരിക്കട്ടെ, ഒരു ചാൻസ് കൊടുത്തു നോക്കാം അല്ലേ. ഇപ്പോൾ കേരളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടി ആയാലും കുറേ പേർക്ക് തൃപ്തിയാണ്, കുറേ പേർ തൃപ്തിയല്ല ഭരണങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഇതുപോലത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നടന്ന കുറേ റീസെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്, കരൂർ ഇഷ്യൂ, പിന്നെ വിജയുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പേഴ്സണൽ ഇഷ്യൂ പറയാൻ പാടില്ല, അത് വേറെ വിഷയം. കരൂർ വിഷയം എന്ന് പറഞ്ഞാൽ 41 പേര് മരിച്ചുപോയി. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ അതിന് വേറൊരു കളി ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ അറിയാൻ പോയി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കാര്യം ക്ലിയർ അറിയാൻ പറ്റും. ചുമ്മാ നമ്മളിവിടെ നിന്ന് പറയാം, ഫാൻസിനെ കൂട്ടി ആൾക്കൂട്ടത്തിൽ 41 പേര് മരിച്ചു പോയെന്ന് പറയാം. ആ 41 പേര് മരിക്കാനുള്ള കാരണം ആരെന്ന് അറിയാമോ? അത് നമ്മൾ അറിയണം. ആദ്യം വിജയ് ഹേറ്റേഴ്സിന് ചിലപ്പോൾ എന്തും പറയാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെപ്പറ്റിയുള്ള നോളജ് കൂടുതൽ വേണം. എന്ത് നമ്മൾ പറയാം, ഇതാരെയും വഴക്ക് പറയാനോ ദേഷ്യപ്പെട്ട് പറയണമല്ല. എനിക്ക് പറഞ്ഞു തോന്നി ഇത്ര പറഞ്ഞ്. ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല, അതെനിക്ക് വിഷമമൊന്നുമില്ല. കുറേ പേര് കളിയാക്കി ഞാൻ അവിടെ പോയ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ. ഓക്കെ, കൈ കളിക്കണം. അപ്പോ ജയ് ഞാൻ അടുത്ത് പോയി കണ്ട്. എന്നാലും ആയെന്ന് പറഞ്ഞ് അവര് നമ്മളെ കണ്ടില്ല വിജയ്. അത് കാണാത്തത് അത്ര ആൾക്കാർ നിൽക്കില്ല. അപ്പം എല്ലാവരെയും കൂടെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാളെ കാണാൻ പറ്റാന്നില്ല. അങ്ങനെയാണ്, മനസ്സിലായ? ഇപ്പം ഞാൻ തന്നെ റോഡിൽ കൂടെ പോകണം, 10-100 ആൾക്കാർ പറഞ്ഞു, അത് 100 ആൾക്കാരെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്ന് അല്ലാതെ ഓരോ ആൾക്കാരായിട്ട് അങ്ങനെ കാണാൻ പറ്റൂല, മനസ്സിലായ? എന്തായാലും വൈശൂട്ടി അടുത്ത വർഷം കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അത്ര വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻറ്റി അടിക്കോ, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ചു പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പിജി കട്ടക്ക് നിൽക്കണം. നീ തന്നെന്ത നീയാള് നീ ഏറാളമാ പാറ് ടങ്ക് ടക്ക് ടക്ക് ടക്ക്